നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ CTC എത്രയാണെന്ന്? ഇപ്പോഴത്തെ CTC എത്രയാ? എക്സ്പെക്റ്റഡ് CTC എത്രയാ? എന്നൊക്കെ. നിങ്ങളുടെ CTC 10 ലാക്സ് ആണ്, 12 ലാക്സ് ആണ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ 12 ലാക്സും 10 ലാക്സ് അതൊക്കെ ശരിക്കും നിങ്ങൾക്ക് കൈ കിട്ടുമോ? അതാണോ നിങ്ങളുടെ സാലറി? പക്ഷെ അത് മൊത്തം നിങ്ങളുടെ കൈ കിട്ടില്ല. എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്, അതായത് കമ്പനി നിങ്ങൾക്ക് നൽകുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് അതുണ്ടാവും. പക്ഷേ എല്ലാ മാസവും അത് നിങ്ങളുടെ കൈ കിട്ടണമെന്നില്ല. ശരിക്കും CTCയും നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന സാലറി തമ്മിൽ നല്ലൊരു ഗ്യാപ്പുണ്ട്. ഹലോ ദേ, വെൽക്കം ടു സ്പെഷ്യൽ 40 ഗ്യാൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് CTC. ആ ടേം നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. യൂഷ്വലി ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞൊരു ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഓഫറിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും CTCയെ പറ്റി പറയുക. നിങ്ങളുടെ CTC 10 ലാക്സ് ആണ്, 12 ലാക്സ് ആണ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ 12 ലാക്സും 10 ലാക്സ് അതൊക്കെ ശരിക്കും നിങ്ങൾക്ക് കൈ കിട്ടുമോ? അതാണോ നിങ്ങളുടെ സാലറി? അല്ല. ശരിക്കും CTCയും നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന സാലറി തമ്മിൽ നല്ലൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. CTC എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ടു കമ്പനി. അതായത് ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പം അയാൾക്കുള്ള ഒരു വർഷത്തേക്കുള്ള എക്സ്പെൻഡിച്ചറാണ് കോസ്റ്റ് ടു കമ്പനി അല്ലെങ്കിൽ CTC ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ഫിഗർ ആയിരിക്കും. പക്ഷെ അത് മൊത്തം നിങ്ങളുടെ കൈ കിട്ടില്ല. കാരണം അതിൽ നിന്ന് പലതും ചിലപ്പോൾ ഡിഡക്റ്റബിൾസ് ആയിരിക്കും. എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്, അതായത് കമ്പനി നിങ്ങൾക്ക് നൽകുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് അതിലുണ്ടാവും. പക്ഷേ എല്ലാ മാസവും അത് നിങ്ങളുടെ കൈ കിട്ടണം എന്നില്ല. അപ്പം നമ്മുടെ CTCയിൽ നിന്ന് ഇങ്ങനത്തെ പല ഡിഡക്റ്റബിൾസ് പോയി കഴിഞ്ഞുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഫൈനലി ക്രെഡിറ്റ് ആവുന്ന എമൗണ്ടാണ് ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലരും CTC കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ടേക്ക് ഹോം സാലറി എത്രയാണ്, എനിക്ക് ഫൈനലി കയ്യിൽ എത്ര കിട്ടാം. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് ആദ്യം CTCയുടെ പല കോമ്പണൻസ് മനസ്സിലാക്കണം. ഇനി നമുക്ക് CTCയിലുള്ള കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ബ്രോഡായിട്ട് അതിന് ഫിക്സഡ് സാലറി കോമ്പണൻസ്, വേരിയബിൾ സാലറി കോമ്പണൻസ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, എംപ്ലോയി ബെനിഫിറ്റ്സ്, അതർ എക്സ്പെൻഡിച്ചർ, ഇങ്ങനെ 5 ആയിട്ട് നമുക്ക് തിരിക്കാം. സോ നമുക്ക് ഫസ്റ്റ് കാറ്റഗറി നോക്കാം, അതാണ് ഫിക്സഡ് സാലറി കോമ്പണൻസ്. അപ്പോൾ ഫിക്സഡ് സാലറി കോമ്പണൻസിൽ യൂഷ്വലി വരുന്നതാണ് ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ് ഒക്കെ. അപ്പോൾ ബേസിക് സാലറി എന്താണ്? നിങ്ങളുടെ സ്കില്ലിന് അല്ലെങ്കിൽ നിങ്ങളുടെ റോളിനുള്ള ഒരു ബേസിക് പേ. ആ പേ ഒരിക്കലും വേറെ ഒന്നിലും ഡിപ്പെൻഡൻ്റ് അല്ല, അത് ഫിക്സ്ഡ് ആണ്. യൂഷ്വലി അതിൻ്റെ ബേസിസിലാണ് ബാക്കി HRA അല്ലെങ്കിൽ DA അതൊക്കെ പലതും അവർ കാൽക്കുലേറ്റ് ചെയ്യാറ്. നെക്സ്റ്റ് എലമെൻ്റ് ആണ് ഹൗസ് റെൻ്റ് അലവൻസ്. അത് ബേസിക്കലി നമ്മൾ ഇപ്പം ഒരു വീട് റെൻറ്റിന് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി നമുക്ക് തരുന്നൊരു അലവൻസ് ആണ്. അതും നമ്മുടെ CTCയുടെ ഭാഗമാണ്. പിന്നെ ഉള്ളതാണ് ഡിയർനെസ് അലവൻസ് നോർമലി ഒരു നമ്മുടെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും എല്ലാം വെച്ചിട്ടാണ് അത് യൂഷ്വലി കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇത് മൂന്നും ബേസിക് സാലറി, HRA, DA, ഇതാണ് യൂഷ്വലി ഒരു ഫിക്സഡ് സാലറി കോമ്പണൻറ്റിനകത്ത് വരുന്നത്. നമ്മുടെ സെക്കൻഡ് കാറ്റഗറിയാണ് വേരിയബിൾ സാലറി കോമ്പണൻസ്. ഇതിൽ യൂഷ്വലി വരുന്നതാണ് ബോണസ്, ലീവ് ട്രാവൽ അലവൻസ്, കൺവെയൻസ് അലവൻസ് എന്നൊക്കെ. ബോണസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ഫിക്സഡും ഉണ്ട്, പെർഫോമൻസ് ബേസ്ഡും ഉണ്ട്. ഫിക്സഡ് എന്ന് പറയുമ്പം അത് റിട്ടൻഷൻ ബോണസ് ആവും. അതായത് ഇപ്പോൾ നമുക്ക് നല്ലൊരു എംപ്ലോയി ഉണ്ട്, ആളെ നമുക്ക് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്ര ഇയേഴ്സ് നിന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോണസ് കിട്ടും എന്ന് പറയും. അതുപോലെ സൈനിങ് ബോണസ് ഉണ്ട് അല്ലെങ്കിൽ ജോയിനിങ് ബോണസ്. ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇത്ര ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് ഫിക്സഡ് ബോണസ്. ഇനി പെർഫോമൻസ് ബോണസ് ഉണ്ട്. അത് യൂഷ്വലി ഒരാളുടെ വർഷത്തിലെ പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും. യൂഷ്വലി HR എന്തെങ്കിലും പെർഫോമൻസ് അപ്രൈസൽ നടത്തിയ ഒരു റേറ്റിങ്ങോ ഒരു സ്കോറോ കൊടുത്തിട്ട് അതും കമ്പനിയുടെ പെർഫോമൻസും കൂടെ അലൈൻ ചെയ്തിട്ട് ഒരു ബോണസ് ഉണ്ടാവും. ഇത് വേരിയബിൾ ആണ്. അതും ആണ് ഫസ്റ്റ് കോമ്പണൻറ്റ്. അടുത്ത കാറ്റഗറിയാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. സോ ഈ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തായിരിക്കും നമുക്കത് കിട്ടുക. ഫോർ എക്സാമ്പിൾ PF അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി. PF എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ ഗ്രാറ്റുവിറ്റി നമ്മളൊരു 5 ഇയേഴ്സ് അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് നമ്മൾ കമ്പനി വർക്ക് ചെയ്ത് കഴിഞ്ഞായിരിക്കും ആ ബെനിഫിറ്റിന് എലിജിബിൾ ആവുക. ഇത് രണ്ടും എംപ്ലോയറിനെ സംബന്ധിച്ച് കോസ്റ്റാണ്, അതുകൊണ്ടാണ് CTCയിൽ വരുന്നത്. പക്ഷേ നമ്മുടെ ടേക്ക് ഹോം സാലറിയിൽ അത് ഉണ്ടാവില്ല. എല്ലാം നമുക്ക് മന്ത്ലി ക്രെഡിറ്റ് ആവുന്ന ആ എമൗണ്ടിൽ ഇതുണ്ടാവില്ല. നമ്മുടെ കാറ്റഗറി 4 ആണ് എംപ്ലോയി ബെനിഫിറ്റ്സ്. സോ ഈ എംപ്ലോയി ബെനിഫിറ്റ്സ് ഓരോ കമ്പനി അനുസരിച്ച് മാറും. ചിലർ വളരെ കുറച്ചായിരിക്കും തരുന്നത്, ചിലർ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും ഒരു ബേസിക് സാമ്പിൾ ഞാൻ പറയാം. അതിൽ ഒരെണ്ണമാണ് ഇൻഷുറൻസ്. അതിപ്പോൾ ടേം ഇൻഷുറൻസ് ആവാം, ലൈഫ് ആകാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആകാം. ഇതിൽ ഈ കാറ്റഗറിയിൽ വരണമെങ്കിൽ അതിൻ്റെ പ്രീമിയം എംപ്ലോയർ അടയ്ക്കുന്നുണ്ടാവണം. അപ്പോൾ അങ്ങനെ അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് എംപ്ലോയി ബെനിഫിറ്റ്സിൽ വരും. പിന്നെ അതുപോലെ കാർ, ഇഫ് സപ്പോസ് നിങ്ങളുടെ റോളിന് കുറച്ച് ട്രാവലൊക്കെ ഉള്ളതാണ്, കമ്പനി ഒരു കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കാറും ഡ്രൈവറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസും അവിടെ വരും. പിന്നെ ഫുഡ് കൂപ്പൺസ്, സോഡെക്സോ കൂപ്പൺസും കമ്പനീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ കൂപ്പൺസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടുത്തെ ക്യാൻറ്റീനിലോ അവിടെ ഉള്ള ഏതെങ്കിലും ഫുഡ് കോർട്ടിലൊക്കെ റെഡീം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും CTCയുടെ ഭാഗമായിട്ട് വരും. പിന്നെ നമുക്കുള്ളതാണ് എന്തെങ്കിലും ക്ലബ് മെമ്പർഷിപ്സ്. ഇത് വളരെ റെയറാണ്, പക്ഷേ ഇൻ കേസ് യുവർ ഓർഗനൈസേഷൻ ഏതെങ്കിലും ഒരു ക്ലബ് ഓർ കമ്മ്യൂണിറ്റി ഓർ അസോസിയേഷനായിട്ടൊക്കെ ടൈപ്പ് ഉള്ളതാണെങ്കിൽ അതിലേക്കൊരു ഫ്രീ ആക്സസോ ഫ്രീ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റിൽ അവൈലബിൾ ആവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൽ ഭാഗമാകും. പിന്നെ എഡ്യൂക്കേഷൻ അലവൻസ്.
നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു അലവൻസ് തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇങ്ങനത്തെ പല കാര്യങ്ങളാണ് എംപ്ലോയി ബെനിഫിറ്റ്സിനകത്ത് ഉൾപ്പെടുന്നത്. ഇനി നമ്മുടെ ഫൈനൽ കാറ്റഗറിയാണ്, അതാണ് അതർ അലവൻസസ്. അതെപ്പോഴും കമ്പനി സ്പെസിഫിക് ആയിരിക്കും, അത് വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ ഷിഫ്റ്റ് അലവൻസസ്, അത് ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ഒക്കെ ഉള്ള കമ്പനീസിന് ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു എക്സ്ട്രാ അലവൻസ് പോലെ കൊടുക്കുന്നുണ്ടാവും. അതുപോലെയാണ് ഓവർ ടൈം പേ. ഓവർ ടൈം വർക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും പോളിസി കാണും, അല്ലെങ്കിൽ അതിനൊരു അലവൻസ് ഉണ്ടായേക്കാം. റീലൊക്കേഷന് അലവൻസ് ഉണ്ടാവാം. അങ്ങനെ പിന്നെ അതുപോലെ കമ്പനി കൊടുക്കുന്ന പല പല കോൺട്രിബ്യൂഷൻസ് ഇതുപോലെ ഉണ്ടായേക്കാം. അതെല്ലാം കൂടിയാണ് നമ്മൾ അതർ അലവൻസസ് വരുന്നത്. നൗ ഈ പറഞ്ഞ കാറ്റഗറീസ് എല്ലാമാണ് സി ടി സിയുടെ കോമ്പണൻസ്. ബട്ട് ഫൈനലി ടേക്ക് ഹോം സാലറി വരുമ്പോൾ ഈ കോമ്പണൻസ് ആഡ് ചെയ്ത് ഫൈനൽ കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ടേക്ക് ഹോം സാലറി വരുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു ടേബിളിൻ്റെ എക്സാമ്പിളിൽ പറഞ്ഞു തരാം. ഓക്കെ, സോ നമ്മുടെ എക്സാമ്പിളിൽ നോക്കിയാൽ നമ്മുടെ സി ടി സി ഇവിടെ വരുന്നത് 15 lakhs ആണ്. ഓക്കെ, സോ അതിൽ ബേസിക് സാലറി വരുന്ന ഒരു 7,50,000 ആണ്. പിന്നെ HRA വരുന്നുണ്ട്. HRA നോർമലി ഒരു മെട്രോ സിറ്റീസിന് ഒരു 50%, ബേസിക് സാലറിയുടെ 50%, നോൺ മെട്രോ ആണെങ്കിൽ 40%, അങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ട് ചെയ്യുക. പിന്നെ സ്പെഷ്യൽ അലവൻസ്, പെർഫോമൻസ് ബോണസ്, മെഡിക്കൽ അലവൻസ്, കൺവീൻസ്, അങ്ങനെ കുറച്ച് അഡീഷൻസ് വന്നിട്ടുണ്ട് അലവൻസസ്. അങ്ങനെയാണ് ഫൈനലി നമുക്ക് ടോട്ടൽ ഗ്രോസ് സാലറി 13,74,000 വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞ പോലെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻസ്, അതായത് നമ്മുടെ ടേക്ക് ഹോം സാലറിയിൽ വരാതെ സി ടി സിയിൽ വരുന്നതായിട്ടുള്ള ഫിഗേഴ്സ് 90,000 36,000 കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് വരുന്നതാണ് ഈ ഡിഡക്ഷൻസ്, ഗ്രോസ് സാലറി എന്നുള്ള ഡിഡക്ഷൻസ്. ഞാൻ അന്ന് പറഞ്ഞില്ലേ, നമ്മുടെ സി ടി സിന്ന് ഇങ്ങനത്തെ എമൗണ്ട്സ് കുറച്ചിട്ടുള്ളതാണ് നമുക്ക് ഫൈനലി ടേക്ക് ഹോമിൽ വരുന്നത്. അത് വരുന്നതാണ് ഒന്ന് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പി എഫ്. അതായത് നമുക്ക് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനും ഉണ്ട്, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഡിഡക്റ്റ് ചെയ്യും, പിന്നെ പ്രൊഫഷണൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യും, പിന്നെ TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇതാണ് നമ്മൾ പൊതുവേ സാലറിയുടെ കാര്യം ചോദിക്കുമ്പോൾ പറയില്ല ടാക്സ് പോയിട്ട് എത്ര കിട്ടും കയ്യിൽ നിന്ന്. ശരിക്കും ടാക്സ് മാത്രമല്ല പോകുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, പല പല കാര്യങ്ങൾ പോയിട്ടാണ് നമുക്ക് ഫൈനലി സാലറി കിട്ടുക. സോ അതാണ് TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻസ് 2 lakh സംതിങ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രോസ് സാലറി ഇതൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഫൈനലി ടേക്ക് ഹോം സാലറി നമുക്കൊരു 11 lakh സംതിങ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാണല്ലോ, സി ടി സി 15 lakh ഉണ്ടെങ്കിലും ഫൈനലി ടേക്ക് ഹോം ഒരു 11 lakh സംതിങ്ങേ വരുന്നുള്ളൂ. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, ജസ്റ്റ് മനസ്സിലാവാനായിട്ട്. സോ ഇപ്പോൾ നമുക്കൊരു ഫോർമുല ബേസിസിൽ നോക്കുവാണെങ്കിൽ സി ടി സി എടുക്കുവാണെങ്കിൽ സി ടി സിയുടെ ഒരു ബേസിക് ഫോർമുല ഗ്രോസ് സാലറി എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻസ്, ഇതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള കോസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ആഡ് ചെയ്ത് വരുമ്പോൾ 15 lakhs സി ടി സി വരുന്നത്. ടേക്ക് ഹോം സാലറി വരുമ്പോഴത്തേക്ക് ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻസും കൂടെ കുറച്ച് കഴിഞ്ഞാൽ, ആ ടോട്ടൽ ഡിഡക്ഷൻസും കൂടെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ടേക്ക് ഹോം സാലറി കിട്ടുന്നത്. സോ സി ടി സി എന്താണെന്നും ടേക്ക് ഹോം സാലറി എന്താണെന്നും സി ടി സിയുടെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതുപോലെ വേറെ ടോപ്പിക്സ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യണമെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു.